തിരുവനന്തപുരം പേരൂർക്കടയിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി SFI കത്തിച്ചതായി ആരോപണം. കണ്ണൂർ സംഘർഷത്തെ തുടർന്ന് SFI നടത്തിയ മാർച്ചിലാണ് കൊടി കത്തിച്ചത്. ജില്ലാ പദയാത്രയുടെ ഭാഗമായി പേരൂർക്കടയിൽ കെട്ടിയിരുന്ന കൊടികളാണ് കത്തിച്ചത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ്. ദൃശ്യങ്ങൾ കാണാം ആദ്യം. പ്രവർത്തകർ SFIയുടെ കുറച്ച് ഗുണ്ടാ പ്രവർത്തകർ എന്ന് വേണം പറയാം. അവർ ഇവിടെ വന്നിട്ട് കൊടികൾ കത്തിക്കുന്നു. ബോർഡുകൾ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ ജില്ലാ പദയാത്രയായിട്ട് ബന്ധപ്പെട്ട് 21-ാം തീയതി പദയാത്ര അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ബോർഡുകളെല്ലാം സ്ഥാപിച്ചിരുന്നു. ആ ബോർഡുകളെല്ലാം നശിപ്പിച്ച് അവിടെ കൊണ്ട് ഞങ്ങളുടെ ത്രിവർണ്ണ പതാക ഇതുപോലൊരു ജംഗ്ഷൻ്റെ നടുക്കിട്ടിട്ട് വലിച്ചു കീറി അവിടെ ഇട്ട് ഫ്ലെക്സ് ബോർഡിൻ്റെ ഉൾപ്പെടെ കത്തിച്ച് നശിപ്പിച്ചു. ഇത് തികച്ച് പോലീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള SFIയുടെ തെമ്മാടികളെ ഇനി ഒരിക്കലും ഇതുപോലുള്ള അവസരങ്ങളിൽ ഇനി ഒരു SFIയുടെ പ്രവർത്തകൻ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പതാകയിലോ കൊടിമരങ്ങളിലോ തൊടാത്ത രീതിയിൽ ഉള്ള പ്രതിഷേധ പരിപാടികളായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് തന്നെ പോകും. ഒരു പ്രകോപനമില്ലാതെ പെട്ടെന്നൊരു SFIയുടെ മാർച്ച് കടന്നു വരുന്നു. ഈ മാർച്ച് കടന്നു വന്നതിന് ശേഷം തന്നെ അവർ ഈ കോൺഗ്രസിൻ്റെ ഓഫീസിന് മുന്നിൽ വന്നത് തന്നെ ഇവിടുത്തെ ബോർഡ് അടിച്ച് തകർക്കുന്നു. ഇവിടെ നിന്ന് കൊടിമരത്തിൽ നിന്നുള്ള കൊടി എടുത്തുകൊണ്ട് പോയാണ് അപ്പുറത്ത് പോയി ഇവർ നിന്ന് കത്തിച്ചേക്കുന്നത്. ഈ കത്തിക്കുമ്പോഴതെല്ലാം ഈ പോലീസ് ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇവർ ഈ കത്തിച്ച് അതിനുശേഷം അപ്പുറത്ത് അതിന് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഇവർ ചായയും കുടിച്ചിട്ടാണ് പോകുന്നത്. അതുവരെ ഈ പോലീസ് ഇവർക്ക് സംരക്ഷണം കൊടുത്തേക്കാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, മലപ്പട്ടത്തേതിന്റെ തുടർച്ചയാണോ പേരൂർക്കടയിൽ കാണുന്നത്? നിലവിലെ സാഹചര്യം എന്ത്? സുജയ, മലപ്പട്ടത്തെ തുടർച്ചയാണ് എന്ന് തന്നെ പറയാം. കാരണം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നിപ്പോൾ SFI പ്രവർത്തകർ പേരൂർക്കടയിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസിന് തന്നെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തിരുവനന്തപുരത്തെ നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ പദയാത്രയുടെ ഭാഗമായി പേരൂർക്കടയിൽ ഒരു ഓഫീസ് സ്ഥാപിച്ചിരുന്നു. ആ സ്വാഗത സംഘത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഓഫീസും 21-ാം തീയതി ഈ പദയാത്ര അവസാനിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പേരൂർക്കട ജംഗ്ഷനിൽ ധാരാളം കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. ഈ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമാണ് പോലീസ് നോക്കി നിൽക്കെ SFI പ്രവർത്തകർ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഇതിന് പിന്നാലെ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ്സുകാരും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇപ്പോൾ പേരൂർക്കടയിൽ വലിയ പോലീസ് സന്നാഹം ഉണ്ട്. പ്രദേശത്ത് മറ്റൊരു സംഘർഷം അരങ്ങേറാൻ ഇടയാക്കരുതെന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. മ്യൂസിയം അതുപോലെ പേരൂർക്കട അടക്കമുള്ള പോലീസാണ് ഇപ്പോൾ സ്ഥലത്ത് വന്നെത്തിയിട്ടുള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നാളെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്നുള്ളതാണ്. SFIയുടെ ഗുണ്ടകളാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റേതായി വെച്ചിരുന്ന കൊടികളൊക്കെയാണ് കത്തിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.